നവ്യം കർക്കിടകത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ നവ്യ അഖിലേഷ്. നാലമ്പല ദർശനം എന്നത് ശ്രീരാമൻ മാർഗദർശനമായ ഒരു ഭക്തി പദയാത്രയാണ്. രാമായണത്തിലെ ദിവ്യമായ അനുഭവങ്ങൾ ഓർത്ത് രാമഭക്തന്റെ അതുല്യമായ വഴിയിലൂടെ കേരളത്തിലെ വിശിഷ്ട ക്ഷേത്രങ്ങളിലേക്ക് ഒരു യാത്ര. ഇതാണ് നവ്യം കർക്കിടകത്തിലെ നാലമ്പല ദർശനം. ശ്രീരാമനിൽ തുടങ്ങുന്ന ഈ ദർശനം ആരംഭിക്കുന്നത് തൃപ്രയാറിൽ നിന്നാണ്. കേരളത്തിലെ ശ്രീരാമ ക്ഷേത്രങ്ങളിൽ പ്രശസ്തിയിലും പ്രാചീനതയിലും മുന്നിലെത്തിയതാകുന്നു തൃപ്രയാർ ശ്രീരാമക്ഷേത്രം. ഭക്തിയുടെ പദത്തിൽ തുടക്കം കുറിക്കേണ്ടത് ഇവിടെ തന്നെയാണ്. ഇവിടെ ദർശനം നടത്തിയ ശേഷമേ മറ്റ് നാലമ്പലങ്ങളിൽ എത്താൻ പാടുള്ളൂ എന്നാണ് വിശ്വാസം. തൃപ്രയാറിൽ ശ്രീരാമനെ ദർശിച്ച ശേഷം ഭക്തർ ദർശിക്കുന്ന ക്ഷേത്രമാണ് കൂടൽമാണിക്യ ക്ഷേത്രം. ഇവിടെ രാമന്റെ സഹോദരൻ ഭരതനാണ് പ്രതിഷ്ഠ. ഉപദേവതകളില്ല, ദീപാരാധനയില്ല, ശുദ്ധമായ ഒരു അനുഭൂതി. ഭരത ഭഗവാനാണ് ഇവിടെ പ്രതിഷ്ഠ. പക്ഷേ പൂജകൾ മഹാവിഷ്ണുവിനാണ് ഒരു അതുല്യ വൈഷ്ണവ ശാന്തി. ഇവിടെ കാഴ്ചയായ മാണിക്യകാന്തിയെ സംരക്ഷിക്കാൻ കായംകുളം രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്നുള്ള മഹാമാണിക്യം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നു. വിഗ്രഹത്തിലെ മാണിക്യകാന്തിയെ സംരക്ഷിക്കാൻ കൊണ്ടുവന്ന രത്നം വിഗ്രഹത്തിൽ ലയിച്ചതെന്നത് ദിവ്യമായ ഒരു ഐതിഹ്യമാണ്. ഇനിയാണ് നാലമ്പല ദർശനത്തിലെ മൂന്നാമത്തെ പാദം. ദീർഘമായ യാത്രയിലൂടെ എത്തുന്നത് തിരുമൂഴിക്കുളത്തെ ലക്ഷ്മണ ക്ഷേത്രത്തിലേക്ക്. ലക്ഷ്മണൻ, ആദിശേഷൻ, പുറമെ ശ്രീ ഹനുമാന്റെ സാന്നിധ്യവുമുണ്ട്. തിരുമൂഴിക്കുളത്തപ്പൻ അനുഗ്രഹത്തിന്റെയും പ്രതീക്ഷയുടെയും ദൈവിക സാന്നിധ്യം. ക്ഷിപ്രകോപി, പക്ഷേ ക്ഷിപ്രപ്രസാദിയാകുന്ന ദേവൻ. സന്താന ലാഭവും ആയുസ്സും ദോഷനിവാരണവും ഒരുക്കുന്ന ദിവ്യത. നടക്കാത്ത കാര്യം പോലും നടത്തിത്തരുന്ന ദേവൻ. സുദർശന ശാന്തിയിലൊരു ദർശന സമൂർത്തി. അവസാനത്തേക്ക് എത്തുമ്പോൾ ദർശനത്തിന്റെ പൂർണ്ണതയാകുന്നത് ശത്രുഘ്ന ക്ഷേത്രത്തിലെ ദർശനത്തിലൂടെയാണ്. ഇത് തൃശൂർ ജില്ലയിലെ പായമൽ ക്ഷേത്രത്തിലാണ്. ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവൻ ശ്രീരാമന്റെ ഇളയ സഹോദരനായ ശത്രുഘ്നനാണ്. സുദർശന ചക്രത്തിന്റെ അവതാരമെന്നുമാണ് ഐതിഹ്യം. ശാന്ത സ്വഭാവമുള്ള ശത്രുഘ്നൻ സുദർശന ചക്രത്തിന്റെ അവതാരമെന്ന ഐതിഹ്യത്തോട് ചേർന്ന് നിൽക്കുന്നു. ശത്രുദോഷ നിവാരണത്തിനായിട്ടാണ് ഇവിടെ ഭക്തർ എത്തുന്നത്. ശാന്തിയിലും ശക്തിയിലും സമന്വയമായി നിലനിൽക്കുന്നതാണ് പായമൽ ശത്രുഘ്ന ക്ഷേത്രം. നാലമ്പല ദർശനം പൂർത്തിയാകുമ്പോൾ ഭക്തന്റെ മനസ്സിനുള്ളിൽ ഏകാഗ്രതയും സമത്വവും നിറയുമെന്നാണ് വിശ്വാസം. മറ്റൊരു കർക്കിടക വിശേഷവുമായി അടുത്ത അധ്യായത്തിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.